ഹലോ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയൊരു ന്യൂ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അഡ്വർടൈസ് നമ്പർ 5/2020 ഈ ഒരു അഡ്വർടൈസ് നമ്പറിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. അത് റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്ലൈ ചെയ്യാനുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 15 മുതലാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഡീറ്റെയിലേക്ക് പോണേക്കാളും മുമ്പ് ഞങ്ങൾ ഈ ചാനലിൽ എല്ലാ അപ്ഡേറ്റ്സും നടത്തുന്നുണ്ട്, ജോബ് അപ്ഡേറ്റ്സ് നടത്തുന്നുണ്ട്. അതിന് ഗവൺമെൻറ് ജോബും പ്രൈവറ്റ് ജോബും പാർട്ട് ടൈം ജോബും എല്ലാം ഉണ്ട്. മാത്രമല്ല എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടോപ്പിക്സും എക്സാം റിലേറ്റഡ് ടിപ്സും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതേപോലുള്ള ലേറ്റസ്റ്റ് ജോബ് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ആണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ്. അതിൽ പോസ്റ്റ് കോഡ്, നെയിം ഓഫ് പോസ്റ്റ്, മിനിമം ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നെയിം ഓഫ് പോസ്റ്റ് മാനേജർ ആയിട്ട് 2 പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. മാനേജർ ഫയർ സർവീസും മാനേജർ ടെക്നിക്കലും. ഇനി മാനേജർ ഫയർ സർവീസിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ബി.ടെക് ഫയർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഇതാണ് മിനിമം ക്വാളിഫിക്കേഷൻ. അവരുടെ എക്സ്പീരിയൻസ്, മാനേജർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. 5 വർഷത്തെ ഈ പറഞ്ഞിരുന്ന പർട്ടിക്കുലർ ഫീൽഡിൻ്റെ എക്സ്പീരിയൻസ് വേണം. പിന്നെ 11 വേക്കൻസിയാണ് ഫയർ സർവീസ് മാനേജറിലേക്ക്. ജനറൽ 6, ഈഴവയ്ക്ക് 1, OBC 3, SC 1 അതേപോലെ തന്നെ മാനേജറിൻ്റെ തസ്തികയിലേക്ക് തന്നെ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് മിനിമം ക്വാളിഫിക്കേഷൻ അവർ പറയുന്നതും BE.BTech ഡിഗ്രിയാണ്. മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈലിലുള്ള BE.BTech. സോ ഇനി അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അതും മാനേജർ വിഭാഗം ആയതുകൊണ്ട് തന്നെ അവർക്കും 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ട്. അതും പർട്ടിക്കുലർ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. സോ അതിൻ്റെ എക്സ്പീരിയൻസും അവർക്ക് 2 പോസ്റ്റേ ഉള്ളൂ. ആൻഡ് ജനറൽക്കാർക്കും മാത്രമുള്ള 2 പോസ്റ്റ്. ദെൻ ഇനിയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ്. ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ 3 ഇതിലേക്ക് വിളിച്ചാണ്. എയർ ട്രാഫിക് കൺട്രോളും എയർപോർട്ട് ഓപ്പറേറ്ററും ആൻഡ് ടെക്നിക്കൽ വിഭാഗത്തിലേക്ക്. ഇനി ഇവരുടെ ക്വാളിഫിക്കേഷൻസ്, മിനിമം ക്വാളിഫിക്കേഷൻസ് പറയാം. സോ ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് BSc ഫിസിക്സിലോ മാത്സിലോ ഉള്ള 3 വർഷത്തെ ഡിഗ്രി. അതേപോലെ തന്നെ അതല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ഏതെങ്കിലും ഫിസിക്സും മാത്സും ഉള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമും. അവർക്ക് എക്സ്പീരിയൻസ് അവർ ചോദിച്ചിട്ടില്ല. പിന്നെ 264 വേക്കൻസി ഉണ്ട്. അതിൽ URL 107, അതായത് UR എന്ന് വെച്ചാൽ ജനറൽ വിഭാഗക്കാർക്ക് 107, ഈഴവയ്ക്ക് 26, OBCക്ക് 72, SC 40, ST 19 ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർപോർട്ട്സ് ഓപ്പറേഷൻസ്, അവർക്ക് ഗ്രാജുവേറ്റ് ഇൻ സയൻസ് ആൻഡ് MBA, ഇതും ഏതെങ്കിലും ഒരു BTech ഡിഗ്രി, അതല്ലെങ്കിൽ MBA 2 വർഷത്തെ സയൻസിലുള്ള MBA. അവർക്കും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല. അവിടെയും ടോട്ടൽ പറഞ്ഞിരിക്കുന്നത് 83 വേക്കൻസിയാണ്. അതിൽ ജനറൽ 35, ബാക്കി കാറ്റഗറി വിഭാഗക്കാർക്ക്, ഈ ഒരു കാറ്റഗറി വിഭാഗക്കാർക്ക് എല്ലാവർക്കും കുറച്ച് സീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ, അതിലും BE.BTech. പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ, അതിലും BE.BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ ഉണ്ട്. അവിടെയും എക്സ്പീരിയൻസ് അവർ ചോദിച്ചിട്ടില്ല. അതാകെ 8 വേക്കൻസി ഉള്ളൂ. അത് ജനറലിൽ 5 പോവും, ബാക്കിയുള്ള OBCയും SCയും ആയിട്ട് 2ഉം 1ഉം, പിന്നെ PWD 1 വേക്കൻസി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. സോ അവരിവിടെ പറഞ്ഞിട്ടുണ്ട്, മാനേജർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഓൺലി, അതായത് പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് നമ്മൾ മാനേജർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആനുവൽ ഇൻകം 11 lakh ആയിരിക്കണം. കട്ട് ഓഫ് ഡേറ്റിന് മുന്നേ 11 lakh ആയിരിക്കണം അവരുടെ ആനുവൽ ഇൻകം. അത് കാണിച്ച് അങ്ങനെയുള്ളവർക്ക് മാനേജർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ടുണ്ടല്ലോ. ക്വാളിഫിക്കേഷൻസ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരിക്കണം പഠിച്ചിറങ്ങിയത്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ബാച്ചിലർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ BE.BTech, BSc എഞ്ചിനീയറിംഗ് അതൊക്കെ പെടുന്നതായിരിക്കും ബാച്ചിലർ ഡിഗ്രി എന്ന് അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏജ് ലിമിറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് അവർ പറഞ്ഞിട്ടുണ്ട് മാനേജർ പോസ്റ്റിനാണെങ്കിൽ 32 വയസ്സ്,
എന്തിന് 30/11/2020 ആസ്പദമാക്കി. അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 27 വയസ്സും അതും 30/11/2020 ആസ്പദമാക്കിയായിരിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് റിലാക്സേഷൻ ഏജ്, അപ്പർ ഏജ് ലിമിറ്റ്, അതായത് 10 വർഷം PWD കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ടാവും. SC/ST-കാർക്കാണെങ്കിൽ 5 വർഷം, OBC-കാർക്കാണെങ്കിൽ 3 വർഷവും റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ പറഞ്ഞിട്ടുണ്ട് അവര് പിന്നെ അതായത് ഈ എക്സ് സർവീസ്മാനൊക്കെ സെൻട്രൽ ഗവൺമെന്റ് പറയണ അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അതേപോലെ 1980-നും 1989-നും ജമ്മു കാശ്മീർ അവിടെ ജമ്മു കാശ്മീരിലൊക്കെ ജനിച്ചിട്ടുള്ള അങ്ങനത്തെ സ്റ്റുഡൻസിന് 5 വർഷത്തും ഒരു റിലാക്സേഷൻ ഉണ്ടാവും, ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ അതായത് അപ്പർ ഏജ് ലിമിറ്റ് ഓഫ് റിലാക്സബിൾ ബൈ 10 years ഓഫ് കാൻഡിഡേറ്റ്സ് ഹൂ ഈസ് റെഗുലർ സർവീസ് ഓഫ് AI റെഗുലർ സർവീസ് എടുക്കുന്നവർക്ക് 10 വർഷം ഏജ് ലിമിറ്റ് കുറവായിരിക്കും, റിലാക്സേഷൻ ഉണ്ടാവും. ഈ ഏജിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ഡേറ്റ് 15/12. ഇപ്പം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ടില്ല, December 15 ആവുള്ളൂ. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് January 14. January 14 ലാസ്റ്റ് ഡേറ്റ്. ഒരു മാസം അവർ തന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ളതിൽ. പിന്നെ ഒരു പേയ്മെൻറ്റ് സ്കെയിൽ പറഞ്ഞിട്ടുണ്ട്. മാനേജർമാർക്ക് 60K to 1,80K വരെയാണ്. ജൂനിയർ എക്സിക്യൂട്ടീവിനാണെന്നുണ്ടെങ്കിൽ 40K മുതൽ 1,40K വരെ ഉണ്ട്. അവരതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ്, അതായത് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യുന്ന, അതായത് അവർ പറഞ്ഞത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് മുന്നേ അവരുടെ റിസൾട്ട് വരും എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഏജും എക്സ്പീരിയൻസും എല്ലാം അവർ കാറ്റഗറി എന്തിനെ വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ November 30, 2020 November 30 വെച്ചിട്ടായിരിക്കും അവർ ഏജും എക്സ്പീരിയൻസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ OBC-കാർക്ക് SC/ST-കാർക്ക് അങ്ങനെ കാറ്റഗറി വൈസിലുള്ളവർക്ക് അവരുടെ കാറ്റഗറി രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടി വരും. അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കിക്കോളൂ, ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ. പിന്നെ പറഞ്ഞിട്ടുള്ളത് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട സമയം വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇമെയിലും മൊബൈൽ നമ്പറും വാലിഡേറ്റ് ആക്കി വെരിഫൈ ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അവരെ അപ്ലൈ ചെയ്തവരെ ഓൺലൈൻ ടെസ്റ്റ് എക്സാമിനേഷൻ വിളിക്കും. അതിൽ നിന്ന് പാസ്സായവരെ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കും. അതിൽ നിന്നും സെലക്ട് ആയവരെ ഇൻ്റർവ്യൂ, പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ്സ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, ഫിസിക്കൽ മെഷർമെൻ്റ് ഉണ്ട്, അതിൻ്റെ മെഡിക്കലായിട്ടുള്ളതുണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റും വോയിസ് ടെസ്റ്റും ഒക്കെ അവർ ഈ പോസ്റ്റിന് അപ്ലിക്കേഷൻസ് ആണ്. സോ ഇതൊക്കെ അവർ ചെയ്തിട്ട് വെക്കത്തുള്ളൂ. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഫോൾസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിജക്റ്റ് ആക്കും അത്. സോ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള റോൾ നമ്പർ, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ളത്. ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ, ഇങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞങ്ങൾ 15 ശേഷം ഇടുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഒരു നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളൂ നിങ്ങൾ. പിന്നെ ആക്ഷൻ മിസ്, പിന്നെ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു 15 ശേഷം ലിങ്ക് വരും. ലിങ്കിന് ഞാൻ സൈറ്റ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഏത് സൈറ്റ് എന്നുള്ളതിടും. അതേപോലെ ഈ നോട്ടിഫിക്കേഷൻ്റെയും സംഭവം ഞാൻ ഇട്ടോളാം. പിന്നെ ലിങ്ക് 15 ശേഷം വരത്തുള്ളൂ. സോ അപ്ലൈ ചെയ്യാനുള്ളത് അതിൻ്റെ സൈറ്റ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ അന്ന് ഞങ്ങളൊരു വീഡിയോ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായിക്കോളും. സോ ഇമെയിൽ ID മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഫർദർ ഡീറ്റെയിൽസ് എല്ലാം അവർ മെയിൽ വഴിയായിരിക്കും സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ആ സമയത്തുള്ളതാണ്, മെയിൽ ID വെരിഫൈ ചെയ്യാനും. പിന്നെ സിഗ്നേച്ചറും പിക്ചറും നമ്മളെ ഏതൊക്കെ പിക്സൽസിലാണ് എന്നുള്ളതൊക്കെ വരുന്നുണ്ട്, ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പിന്നെ അപ്ലിക്കേഷൻ ഫീ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകം. അപ്ലിക്കേഷൻ ഫീ 1000 രൂപയാണ് കാൻഡിഡേറ്റ്സിനുള്ളത്. പക്ഷേ SC/ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 170 രൂപയാണ് ഉള്ളത്. പിന്നെ 1 year AI അപ്പൻഡൻഷിപ്പ് കിട്ടിയിട്ടുള്ള എന്തൊരു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ PW കാൻഡിഡേറ്റ്സിന് അവർക്ക് ഫീസ് ഇല്ല, അവരുടെ ഫീസും ഒഴിവാക്കിയിട്ടുണ്ട്, അതവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഫീ അപ്ലിക്കേഷൻ കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ്, ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നമ്മൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവുമെന്നും പറഞ്ഞിട്ടുണ്ട്, അവർ അപ്ലിക്കേഷൻ സ്വീകരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോട്ടോൻ്റെ സൈസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് 20 KB മുതൽ 50 KB വരെ. ഡയമെൻഷൻസ് പിന്നെ പിക്സൽസ് ആണെന്നുണ്ടെങ്കിൽ
200x230 പിക്സൽസ് വേണം. അതുപോലെ സിഗ്നേച്ചറിൻ്റെയും സൈസും പിക്സൽസും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ നമ്മൾ വായിച്ചു തന്നെ, നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ജനറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ PDF വന്നിട്ടുണ്ട്. ഇതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും, അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു.